ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളാപ്പവും അതിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള എഗ് മലായിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത്. 2 ഐറ്റത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. വെള്ളപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ വെള്ളപ്പം എല്ലാവരും ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ അരി അരച്ചത് എടുത്തിട്ടൊന്ന് കാച്ചി കുറുക്കിയിട്ട് അത് മിക്സ് ആക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കൽ. പക്ഷേ അതൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ റെസിപ്പിയിലൂടെ കാണിക്കാൻ പോണത്. പിന്നെ മലായി എഗ് കറിൻ്റെ റെസിപ്പിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് അപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഇഡ്ലി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മളെ നോർമൽ പച്ചരി, നിങ്ങളടുത്ത് പച്ചരിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അത് നന്നായിട്ട് കഴുകി കുതിരാൻ വെക്കുക. ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തെടുത്ത അരിയാണ് നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് അരി, 2 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറ്, പിന്നെ 1 കപ്പ് തേങ്ങ, ഇതാണ് എൻ്റെ അളവ് കേട്ടോ. അരി എത്രയാണോ അതിൻ്റെ പകുതി തേങ്ങൻ്റെ പകുതി ചോറ്. അപ്പോൾ ഇത് 2 ബാച്ചായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ചോറിൻ്റെ പകുതിയും അരിൻ്റെ പകുതിയും കൂടിയും ഒരു ട്രിപ്പിലിട്ടിട്ട് അങ്ങനെ പകുതിയായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. പക്ഷേ മൊത്തം അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കപ്പ് ഇഡ്ലി റൈസ് അല്ലെങ്കിൽ സാദാ പച്ചരി, അതിലേക്ക് 1 കപ്പ് തേങ്ങ, പിന്നെ 1/2 കപ്പ് ചോറ്, ഇതാണ് അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാൻ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. ഫസ്റ്റ് ബാച്ച് ഞാൻ അങ്ങനെ പ്ലെയിനായിട്ട് അരച്ചെടുത്തു. 2ാമത്തെ ബാച്ചിലാണ് കേട്ടോ ഞാൻ ഈസ്റ്റ് ചേർക്കാൻ പോണത്. ഇതിലേക്ക് ആകെ നമുക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർക്കാം. ഇനി വലിയ തരിയായിട്ടുള്ള കടുക് പോലത്തെ ഒക്കെ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ചേർത്ത് മിക്സ് ആക്കി വെക്കണം. അതൊന്ന് പൊങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. പഞ്ചസാര നമ്മളെ അളവനുസരിച്ച് മധുരത്തിന് എനിക്ക് കുറച്ച് മധുരം ഉള്ളത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. പക്ഷേ പഞ്ചസാര ചേർക്കാതിരിക്കരുത് കേട്ടോ. കാരണം ഈ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ടാണ് ഈ ഈസ്റ്റ് ഫെർമെൻ്റ് ആവുള്ളൂ. ഇത് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഒരു കട്ടിയുണ്ട്. ഈസ്റ്റൊക്കെ ഇടുമ്പോൾ തന്നെ ഇത് കുറച്ചൊന്ന് ലൂസാവും. ഇനി ഇതൊരു 8 മണിക്കൂർ വരെ നമ്മളിത് 8 മുതൽ 10 മണിക്കൂർ വരെ ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് പാകത്തിന് കുറച്ചൊരു ലൂസ് അപ്പോൾ തന്നെ ആയി വരും. പിന്നെ മാത്രമല്ല നമ്മൾ ഷുഗറൊക്കെ ചേർത്തല്ലേ, അപ്പോൾ ആ ഷുഗറൊക്കെ കൂടി ഒന്ന് നല്ലോണം മെൽറ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ ഇത് ഒന്ന് ലൂസായി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാകത്തിന് ഞാൻ അടച്ച് വെക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന നേരത്ത് പിന്നെയും കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കുകയും ചെയ്യാം. ഞാനിത് രാത്രിയാണ് കേട്ടോ അരച്ച് വെക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ആക്കുന്നുണ്ട്. ഇനി ഡിന്നറിനാണ് ആക്കുന്നതെങ്കിൽ നമ്മൾ രാവിലെ അരച്ച് വെച്ചാൽ മതി. ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ എന്തായാലും ഇത് വെക്കണം. ക്ലൈമറ്റ് അനുസരിച്ച് ഇത് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടും. എനിക്കിത് 8 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ചൂടാണ്. ചൂട് കുറവുള്ള സ്ഥലത്തൊക്കെയാണ്, തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ലൈറ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം ഈ ദോശൻ്റെ ബാറ്റർ ആണെങ്കിലും അപ്പത്തിൻ്റെ ബാറ്റർ ആണെങ്കിലും ഒക്കെ പുളിച്ച് റെഡിയായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ രാത്രി തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ആ ഫെർമെൻറ്റേഷൻ്റെ തോത് കുറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം രാവിലെ പാകത്തിന് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ബാറ്റർ കുറച്ചും കൂടി തിക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കുന്നുണ്ട്. നമുക്ക് ആ ഇഡ്ലിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുറച്ചൊരു ലൂസ് ഉണ്ടെങ്കിലായിട്ട് അങ്ങനെ ചുറ്റിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ട മലായി കറിക്ക് വേണ്ട എഗ്ഗ് പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കറിക്ക് വേണ്ട മറ്റ് ഐറ്റംസാണ്. 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലെ 2 സവാള, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 പീസ് വെളുത്തുള്ളിയും 2 പച്ചമുളക് എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കും. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് പേസ്റ്റ് ആക്കി എടുക്കാനാണ്, ചെറുതായിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ടെമ്പറേച്ചർ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ചട്ടി ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഒരു തവി മാവ് ഒഴിക്കാം. മാവ് ഒഴിച്ചിട്ട് ഒറ്റ റൗണ്ട് ഒന്ന് ചുറ്റിക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ ചുറ്റുഭാഗം ഇങ്ങനെ ലേസ് പോലെ ആയി വരുന്നത് നമുക്ക് കാണാം. ചൂട് ഏറി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ ഇങ്ങനെ ലേസായിട്ടൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ തട്ടിനോടത്തൊക്കെ ഒട്ടിയിട്ട് കട്ടി പിടിച്ചാണ്ട് വേവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ചൂട് നല്ലോണം ശ്രദ്ധിക്കണം. ഒരു റൗണ്ട് ചുറ്റിച്ച് കഴിഞ്ഞാൽ അടച്ച് വെക്കുക. എന്നിട്ട് ടെമ്പറേച്ചർ ഇതിൻ്റെ ചൂട് കൂട്ടി കൊടുക്കുക, ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അപ്പോൾ നല്ല ചൂടിൽ 1 മിനിറ്റൊക്കെ ഇരിക്കുമ്പോൾ തന്നെ മൂടി തുറന്ന് നോക്കുക. അപ്പോൾ ആ മാവിൻ്റെ ആ പച്ച ഇതൊക്കെ പോയി മാവൊന്ന് വേവായിട്ടുണ്ടാവും. അപ്പോൾ വെന്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ മൊരിച്ചെടുക്കണം. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നമ്മളപ്പം റെഡിയായി, പെട്ടെന്ന് തന്നെ റെഡി ആവും. ഇപ്പോൾ കണ്ടില്ലേ, ചുറ്റുഭാഗം നല്ല ലേസ് പോലെ ആയിട്ടുണ്ട്, നടുവിൽ കുറച്ച് ഒരു സ്പഞ്ച് പോലെ ആയിട്ടുണ്ട്.
ഇങ്ങനെ നമുക്ക് ബാക്കി അപ്പങ്ങളും ചുട്ടെടുക്കുക. അപ്പോൾ ടെമ്പറേച്ചർ, ഈ പാനിൻ്റെ ടെമ്പറേച്ചറാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കാരണം പാൻ ഒരുപാട് ചൂടാവരുത്. ഒരു മീഡിയം ചൂടിൽ ഇങ്ങനെ ഫ്ലെയിം നമ്മൾ കൺട്രോൾ ചെയ്ത് പോകണം. ആ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അടച്ച് വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി വരും. ചൂട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കിട്ടില്ല. ചൂട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ചുറ്റുഭാഗം നല്ല അരിപ്പ പോലെ കാണുന്നുണ്ടല്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല അരിപ്പ പോലെ വന്നിട്ടുണ്ട്. നടുവിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊരു ഭാഗത്ത് അങ്ങനെ ഫുള്ളായിട്ട് ചുറ്റെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിയും കൂടി റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. കോക്കനട്ട് ഓയിൽ വേണ്ട, വേറെ എന്ത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിരുന്നില്ല, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി അതിൽ നിന്ന് ഇങ്ങനെ ഓയിൽ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. 2 കപ്പ് പാലാണ് വേണ്ടത്. അതിൽ 1 കപ്പ് എടുത്തിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ച് അങ്ങനെ കട്ടകളില്ലാതെ കുറച്ച് ഒഴിച്ച് ഇങ്ങനെ ഇളക്കി എടുക്കണം. അങ്ങനെ 2 കപ്പും ഒഴിക്കുക. 2 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത്, ഒന്നായിട്ട് നല്ല ഫ്ലെയിമിൽ ഇടരുത്. എന്നിട്ട് അതിലേക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചാറ്റ് മസാല. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനിതെല്ലാതും ചെയ്യലുണ്ട്, പിന്നെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ചേർത്തുന്നുള്ളൂ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി മുറിക്കണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിത് 2ആയിട്ട് മുറിച്ചിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4ഉം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട ചേർത്തിട്ട് പിന്നെ മെല്ലെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതൊന്നും ഉടഞ്ഞ് പോവാതെ മെല്ലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് അത് തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ച് വരുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഓയിൽ തെളിഞ്ഞ് വരും. അപ്പോൾ ഈ ഓയിൽ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിൻ്റെ ഇല അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ അപ്പവും അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും എഗ് മലായും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മലായി എഗ് കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.